ഉണ്ണിയമ്മേ കുമ്പടി വന്നു. അയ്യപ്പ സംഗമത്തിന് പിന്നാലെ ഇടതുവശം ചേർന്ന് NSSും SNDPയും. ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. വിശ്വാസ സംരക്ഷണത്തിൽ കോൺഗ്രസിനും BJPക്കും ആത്മാർത്ഥതയില്ലെന്നും ശബരിമലയിൽ യുവതികളെ കയറ്റാൻ നിയമതടസ്സം ഇല്ലാതിരുന്ന സാഹചര്യത്തിലും പിണറായിയുടെ സർക്കാർ അതിന് മുതിർന്നിട്ടില്ലെന്നും NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ ആവർത്തിച്ചു. സ്വാഭാവികം. ഇവിടെ എല്ലാ സാമുദായിക സംഘടനകളും അത് മതപരിഗണനകളില്ലാതെ തന്നെ ഇടതുപക്ഷത്തോട് യോജിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് ഏതെങ്കിലും സമുദായ സംഘടന മാത്രമല്ല, ഈ സമൂഹത്തിലെ ജനാധിപത്യത്തെ ഇഷ്ടപ്പെടുന്ന എല്ലാ വിഭാഗം ആളുകൾക്കും ഇടതുപക്ഷത്തോട് യോജിക്കേണ്ടി വരും. ചാടി എഴുന്നേറ്റ് പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി 2 റൗണ്ട് ഓടി ഒന്ന് പോടോ. കാരണം ജനങ്ങൾക്ക് കൊടുത്ത വാക്ക് കൃത്യമായി പാലിച്ച് അത് കൃത്യമായി ജനങ്ങളെ ബോധ്യപ്പെടുത്തി LDF ഗവൺമെന്റ് മുന്നോട്ട് പോവുകയാണ്. ഭയങ്കരം തന്നെ. ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും വിശ്വാസികൾക്ക് ഇടതുപക്ഷത്തെ തള്ളി പറയാൻ കഴിയാത്ത തരത്തിലേക്ക് തന്നെയാണ് ആരാധന സംരക്ഷിക്കാനും ആചാരങ്ങൾ സംരക്ഷിക്കാനും ഇത്തരത്തിലുള്ള ക്ഷേത്രങ്ങളുടെയും പള്ളികളുടെയും എല്ലാ തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും ആചാര സംരക്ഷണവും ആരാധനാ സംരക്ഷണവും ഒക്കെ ഇന്ന് മുതലാണ് ശ്രീ അരുൺകുമാർ അജണ്ടയിലേക്ക് വന്നത്. ഒടുക്കത്തെ തുമ്പലാണെന്ന് നീ മറക്കണ്ട. നിങ്ങൾ മതങ്ങളിലേക്ക് ചുരുങ്ങുമ്പോൾ ഞങ്ങൾ മനുഷ്യരിലേക്ക് പടരുന്നു. ഇത് ആരുടെ പ്രശസ്തമായ വാചകങ്ങളാണ്? ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എനിക്കത് ഓർമ്മയില്ല. പിണറായി വിജയന്റെ വാചകങ്ങളാണ്. നമ്മൾ അന്ന് കണ്ടതിന്റെ ഒരു ശീർഷാസന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. അന്ന് പിണറായി വിജയനും നിങ്ങളുടെ പാർട്ടിക്കുമെതിരെ വാളെടുത്തിരുന്ന സുകുമാരൻ നായരും വെള്ളാപ്പള്ളി നടേശനും ഒക്കെ ഇപ്പോ പിണറായി വിജയൻ കൊള്ളാം എന്ന് പറയുകയും ഞങ്ങൾ ആചാര സംരക്ഷണത്തിൽ പ്രതിജ്ഞാബദ്ധരാണെന്ന് നിങ്ങൾ പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്യാണ്. അതന്നത്തെ ചോരത്തിളപ്പിന് ഏതെങ്കിലും തരത്തിൽ CPM ആരാധനാ സ്വാതന്ത്ര്യത്തിനെതിരെയോ ആചാരങ്ങൾക്കെതിരെയോ വർത്തമാനം പറയുന്ന കാര്യം ഉണ്ടായിട്ടില്ല. കേൾക്കാൻ നല്ല രസമുണ്ട്. പരമോന്നത നീതിപീഠം ഒരു വിധി പറഞ്ഞപ്പോൾ ഒരു ജനാധിപത്യ ഗവൺമെന്റിന് ആ വിധിയെ നടപ്പാക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. ആ വിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകേണ്ട സാഹചര്യങ്ങളുണ്ട്. വിധി വരുന്നതിന് മുമ്പ് കോൺഗ്രസിന്റെ നിലപാട് എന്തായിരുന്നു? വിധി വന്നതിന് ശേഷം കോൺഗ്രസിന്റെ നിലപാട് എന്താണ്? വിധി വരുന്നതിന് മുമ്പ് BJPയുടെ നിലപാട് എന്തായിരുന്നു? ആരൊക്കെയാണ് ഈ വിധിക്ക് വേണ്ടി സുപ്രീം കോടതിയെ സമീപിച്ചത്? കവി തല്ലുവാങ്ങിയിട്ടേ പോകുന്ന തോന്നുന്നു. ആചാരങ്ങളെ അവഗണിക്കാൻ അല്ലെങ്കിൽ ആചാരങ്ങളെ വെല്ലുവിളിക്കാൻ ധൈര്യം കാണിച്ച ആർജവം കാണിച്ച ആളുകളായിരുന്നു അയ്യങ്കാളി നാരായണ ഗുരുവും ഒക്കെ എന്ന് നവോത്ഥാന സംഗമം നടത്തി മുക്കിന് മൈക്ക് വെച്ച് പ്രസംഗിച്ചത് ആരാണ് ഇത് കേരളത്തെ ഉദ്ബോധിപ്പിച്ചത്? ഇതൊരു നടക്ക് പോണ മാതിരില്ല. നമ്മളൊരു 5 വർഷം പിറകോട്ട് പോയാൽ മതി. 5 വർഷം പോലും പിറകോട്ട് പോകണ്ട. ഇതിലൊക്കെ എവിടെ നിന്നാണ് പെട്ടെന്നൊരു ടേണിംഗ് പോയിന്റ് വരുന്നത്? പെട്ടെന്ന് ഒരു യൂട്ടേൺ എടുക്കുകയാണ് അരുൺകുമാർ. ഇവിടെ ഏതെങ്കിലും തരത്തിൽ CPM മുന്നോട്ട് വെച്ച ഇടതുപക്ഷം മുന്നോട്ട് വെച്ച നിലപാടിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ല. ഇവിടെ പരമോന്നത നീതിപീഠത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ചിൽ നിലനിൽക്കുന്ന ഒരു കേസ്, ആ കേസിന്റെ വിധി വരുന്നത് വരെ പ്രത്യേകിച്ച് റിവ്യൂ ചെയ്യാൻ തീരുമാനിച്ച് ഒരു വലിയ ബെഞ്ചിന് റഫർ ചെയ്ത സാഹചര്യത്തിൽ അവിടെ നിൽക്കട്ടെ, ഇനി വിധി വരട്ടെ എന്നെടുക്കുന്ന തീരുമാനം ശരിക്കും നീതിപീഠത്തെ അംഗീകരിച്ചുകൊണ്ടുള്ള നിലപാടാണ്. സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്നതാണ് പറയൂ. മറിച്ച് എന്താ, ഏതെങ്കിലും തരത്തിൽ ആരാധനാ സ്വാതന്ത്ര്യത്തെയും ആചാരങ്ങളെയും ലംഘിക്കുന്ന തരത്തിൽ ഉള്ള നിലപാട് സ്വീകരിക്കുകയല്ല ചെയ്തത്. ഈ കഴിഞ്ഞ 9.5 വർഷമായി ഇവിടുത്തെ ദേവസ്വം ബോർഡുകൾക്ക്, ഇപ്പൊ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് 145.40 കോടി രൂപയാണ് മാറ്റിവെച്ചത്. കൊച്ചിൻ ദേവസ്വം ബോർഡിന് 26 കോടി. ഞാൻ ഓരോന്നും എടുത്ത് പറയുന്നില്ല. അതൊരു ആനക്കാര്യമല്ല. ദേവസ്വം വകുപ്പ് എന്ന് പറഞ്ഞൊരു വകുപ്പുണ്ടല്ലോ. അപ്പോ ദേവസ്വം ബോർഡുകൾക്ക് വിഹിതം നീക്കിവെക്കൽ എന്ന് പറയുന്നത് നിങ്ങൾ എന്തോ ചരിത്രത്തിൽ ആദ്യമായി നടപ്പാക്കിയ ഒരു കാര്യമാണ് എന്നുള്ള മട്ടിൽ ചർച്ച നടത്തല്ലേ? ഇപ്പോൾ അരുൺകുമാർ എൻ്റെ സംസാരം കേട്ടപ്പോൾ ഞാനൊരു സീരിയസ് ചർച്ചയ്ക്കാണ് വന്നത്. അങ്ങനെ ഒരു സീരിയസ് ആയി എനിക്ക് ഈ വിഷയം തോന്നുന്നില്ല. കാരണം ഇനി അരുൺകുമാർ എന്നെ സഖാവെന്നോ എന്നെ ലാൽ സലാമെന്നോ അല്ല വിളിക്കാൻ പോകുന്നു. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. ഇനി ഇവർ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ഇവരുടെ അഭിസംബോധനയ്ക്ക് വലിയ മാറ്റം വരും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ജയ് സ്വാമി അയ്യപ്പ, അതുപോലെ തന്നെ അസ്സലാമു അലൈക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംസാരിക്കുകയും സംസാരം അവസാനിപ്പിക്കുകയും പ്രസംഗം അവസാനിപ്പിക്കുകയും ചെയ്യുന്ന സഖാക്കളെയാണ് നമുക്ക് കാണാൻ കഴിയുക. ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. ശരി.
ഇൻക്ലാബ് സിന്ദാബാദ് എന്ന് വിളിക്കുന്ന സഖാക്കളെ നമുക്കൊരു പക്ഷേ കാണാൻ കഴിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ചില മതചിഹ്നമുള്ള വാക്കുകൾ ഉപയോഗിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരെയാണ് കാണാൻ കഴിയുക. സ്വാഭാവികമായും ഇവരുടെ രാഷ്ട്രീയം മാറി, ഇടതുപക്ഷ സ്വഭാവത്തിൽ നിന്ന് ഇവർ പൂർണ്ണമായി മാറി. തീവ്ര വലതുപക്ഷ നിലപാടിലേക്ക് പോയ ഒരു പാർട്ടിയായി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറി എന്നാണ് യാഥാർത്ഥ്യം. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഒരു ആർഭാട സംഗമം നടന്നു, ചീറ്റി പൊട്ടി പാളീസായി പോയില്ലേ അഭിലാഷേ? നോക്കൂ, ഇന്നലെ ഏതോ ഒരു വലിയ നേതാവ് വന്ന് പറഞ്ഞു അത് AI ഉണ്ടാക്കിയതാണ് എന്ന്. ഇന്ന് ശബരിമല പരിപാടി നടത്തിയ ദേവസ്വം പ്രസിഡന്റ് വന്ന് പറയുന്നു 3000 കസേരയായിരുന്നു ഇട്ടത്. നേതാവ് പറഞ്ഞത്, അരുൺകുമാറിന്റെ നേതാവ് പറഞ്ഞത് 4600 ആള് വന്നു എന്നാണ്. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഇന്നിപ്പോ വേറൊരു വാർത്ത വന്നിരിക്കുന്നു, പമ്പ മാലിന്യ പ്ലാന്റിൽ 1/2 കോടി രൂപയുടെ ഭക്ഷ്യധാന്യങ്ങൾ നശിച്ചിരിക്കുന്നു. എവിടെ ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. ഞങ്ങൾ ആ അർത്ഥത്തിൽ പരിവാർ സംഘടനകൾ ഒരു സംഗമം സംഘടിപ്പിച്ചു. വെറും 15 ലക്ഷം രൂപയിൽ താഴെ ചെലവഴിച്ചത് 7.5 കോടി ചെലവഴിച്ചതിനേക്കാൾ വലിയ വിജയമായിരുന്നു എന്ന് പറയുമ്പോൾ ജനങ്ങൾ എവിടെ നിൽക്കുന്നു എന്ന കാര്യം നമുക്ക് തർക്കമൊന്നുമില്ലല്ലോ. പിന്നെ അരുൺകുമാർ എന്തൊക്കെയോ പറഞ്ഞു, ഏതോ ഒരു പ്രോഗ്രസ് റിപ്പോർട്ടോ. അരുൺകുമാറെ, നിങ്ങൾ മാവേലി സ്റ്റോറിലൊന്നും പോയാൽ ഈ അഭിപ്രായം പറയില്ല. ഒരു സർക്കാർ ആശുപത്രിയിൽ പനി വന്നു പോയാൽ ഈ പ്രോഗ്രസ് റിപ്പോർട്ട് പറയില്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ ചികിത്സയ്ക്ക് ചെന്നാൽ നിങ്ങളുടെ അഭിപ്രായം പറയില്ല. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. പെൻഷൻ ആനുകൂല്യം കിട്ടാതെ മരണപ്പെട്ട പെൻഷൻകാരുടെ ആരുടെയെങ്കിലും വീട്ടിൽ അരുൺകുമാർ പോയാൽ ഈ അഭിപ്രായം പറയില്ല. അല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. ശബരിമല വിഷയം ഇടതുപക്ഷ ഗവൺമെന്റിന് പോലും പിന്തുണ നഷ്ടപ്പെട്ടുകൊണ്ട് നിലപാട് മാറ്റേണ്ടി വന്നില്ലേ? അവരൊരു ഉറപ്പ് നായർക്ക് കൊടുത്തു എന്നാണല്ലോ പറയുന്നത്. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? സ്ത്രീ പ്രവേശനത്തിനെതിരായി ഞങ്ങൾ അനുകൂലമായി ഞങ്ങൾ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടോ എന്ന് അരുൺകുമാർ പറയട്ടെ. പിന്നെ ചൂടാണ്ട് AC ഇല്ല. അതോ ഞങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളിൽ ഒരു തെറ്റിദ്ധാരണയില്ല. ഞങ്ങൾ പറഞ്ഞോ ഇത്തരം സമുദായ സംഘടനയുടെ നേതാക്കന്മാർ വോട്ട് ചെയ്യാൻ ഞങ്ങൾക്ക് വേണ്ടി ആഹ്വാനം ചെയ്തു എന്നോ ഇന്നെ വോട്ട് കിട്ടുന്ന ഒന്നും ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. ഈ ഓണം കഴിഞ്ഞു 21,000 കോടി രൂപ ഈ ജനങ്ങൾക്ക് കൊടുത്തിട്ട് സപ്ലൈകോ ഒക്കെ നിറഞ്ഞു കവിഞ്ഞു എന്ന് പറവൂരിൽ അത് പ്രസംഗിച്ചത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് VD സതീശനാ. ഞാൻ പറഞ്ഞിട്ടില്ല. പെൻഷൻ ഒരൊറ്റ മാസം പോലും കുടിശ്ശികയില്ല മിസ്റ്റർ. ഈ 25-ാം തീയതി ഇന്ന് മുതൽ വിതരണം ആരംഭിച്ചിരിക്കുന്നു. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. അതായത് കേന്ദ്രം നയാ പൈസ അതിന് തരാതെ പെൻഷൻ കമ്പനികൾ തകർക്കാൻ ശ്രമിച്ചപ്പോഴും ആ കുടിശ്ശിക കേരളം സ്വയം വിതരണം ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്കറിയോ? അതുപോലെ ആശുപത്രി അമേരിക്കയെ പിന്നിലാക്കി കുട്ടികളുടെ മരണനിരക്കിലടക്കം ഈ കേരളം കുതിച്ചു മുന്നേറി. ഇറ പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. അതായത് ഞങ്ങളെ എതിർത്തുകൊണ്ടിരുന്ന മുഴുവൻ ആളുകളും ഞങ്ങളെ അനുകൂലിച്ചു വരുന്ന ഒരു പ്രത്യേക സാഹചര്യം കേരളത്തിൽ ഉടലെടുത്തിരിക്കുന്നു എന്നതാണ് നമ്മൾ ശ്രദ്ധയോടെ കാണേണ്ടത്. ഓഹോ, ഇന്നിനി നീ മിണ്ടരുത്. ഇന്നത്തെ കോട്ട കഴിഞ്ഞു. സുകുമാരൻ നായരോ വെള്ളാപ്പള്ളി നടേശനോ അങ്ങനെ പിണറായി വിജയന് മാർക്കിടുന്നത് നവജാത ശിശുമാരുടെ നിരക്ക് 5-ൽ താഴെ ആയതുകൊണ്ടല്ലോ. സപ്ലൈകോയിൽ സാധനം വന്നതുകൊണ്ടല്ലോ. അതല്ല ഏതെങ്കിലും തരത്തിൽ ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിയതുകൊണ്ടോ പെൻഷൻ കൊടുത്തതുകൊണ്ടോ അല്ലല്ലോ. ഒരൊറ്റയാൾ പട്ടിണിയില്ലാത്ത നാടായി ഈ ലോകത്തൊരു സംസ്ഥാനം മാറുന്നെങ്കിൽ അത് കേരളമാ. താങ്കൾക്കറിയോ? ചേരി പ്രദേശങ്ങളില്ലാത്ത നാട്, വർഗീയ കലാപങ്ങളില്ലാത്ത നാട്. എനിക്ക് തോന്നുന്നതാണോ അതോ ശരിക്കും മണ്ടനാണോ? അതുപോലെ ഒരു തരത്തിലും സ്കൂളിൽ പോകാൻ പറ്റാത്ത സാഹചര്യമില്ലാത്ത നാട്, മുഴുവൻ കുട്ടികളും സ്കൂളിൽ പോകുന്ന സാഹചര്യം. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ലോകത്തിന്റെ ഹബ്ബായി കേരളം മാറുകയാ. അന്ന് പെൻഷന്റെ പേരിൽ പുറത്തിറങ്ങിയ സ്ത്രീകളുണ്ടല്ലോ, വല്യമ്മമാരുണ്ടല്ലോ, അവരോടൊക്കെ ഇപ്പൊ നിലപാട് ചോദിക്കുക. എല്ലാവരും പറയുകയാണ് ഇടതുപക്ഷമാണ് ശരി. ചാടി എഴുന്നേറ്റ് പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി 2 റൗണ്ട് ഓടി. ഒന്ന് പോടോ. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.